പഴയങ്ങാടിയിൽ ട്രാഫിക് പരിഷ്കാരം പാളി. റോഡിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ കാട്ടിലെറിഞ്ഞ് സ്വകാര്യ ഹോട്ടൽ അധികൃതരുടെ കച്ചവടം. വാഹനങ്ങൾ കയറുന്നതിനും ഇറങ്ങുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയ സ്വകാര്യ ഹോട്ടലിൻ്റെ മുൻവശത്തു കൂടി വാഹനങ്ങൾ കയറിയിറങ്ങുകയാണ്. മാസങ്ങൾക്ക് മുമ്പാണ് പഴയങ്ങാടിയിൽ ട്രാഫിക് പരിഷ്കാരം ഏർപ്പെടുത്തിയത്. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ, പിന്നെ സ്ഥിരം സംവിധാനം. പരീക്ഷണ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ വിജയത്തിൻ്റെ ഫലമായി ഗതാഗതക്കുരുക്ക് എന്നത് നാമമാത്രമായി ചുരുങ്ങി. പരാതികളില്ലാതെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പരിഷ്കാരങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദൃശ്യങ്ങളിൽ കാണുന്ന സ്വകാര്യ ഹോട്ടൽ അധികൃതർ വെല്ലുവിളിയുമായി മുൻവശത്തെ ഡിവൈഡറുകൾ കെട്ടിയ കയറുകൾ ഉൾപ്പെടെ ഡിവൈഡറുകളെ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചുകൊണ്ട് വാഹനങ്ങൾക്ക് യഥേഷ്ടം കടന്നുകയറുവാനുള്ള സംവിധാനം ഒരുക്കിയത്. ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ആയതോടെ പഴയങ്ങാടിലെ മറ്റു സ്ഥലങ്ങളിലെ ഡിവൈഡറുകൾ കൂടി എടുത്തുമാറ്റുകയാണ്. ചിലരാകട്ടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളവും വീതിയും കുറച്ചുകൊണ്ട് ഡിവൈഡറുകൾ എടുത്തുവെക്കുകയാണ്. നാഥനില്ലാത്ത ട്രാഫിക് പരിഷ്കാരത്തിൻ്റെ നിയന്ത്രണം ആര് എന്നതിൽ സംശയമാണ് ചിലർക്ക്. അപകടകരമായ രീതിയിൽ പ്രധാന റോഡിലേക്ക് വാഹനങ്ങൾ ഇറങ്ങുകയാണ്. അതും ഇറക്കത്തിൽ നിന്നും കുതിച്ചെത്തുന്ന വാഹനങ്ങൾക്ക് മുമ്പിലൂടെ. ചിലരാകട്ടെ ഇറക്കത്തിൽ തന്നെ മറുവശത്തേക്ക് ഒന്നും പറയാതെ സിഗ്നലുകൾ കാണിക്കാതെ ഗതാഗത നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. ട്രാഫിക് പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ അന്ന് ഇടയിലെ കമ്മിറ്റിൻ്റെ നേതൃത്വത്തിലെടുത്ത നിലപാടിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച ഡിവൈഡർ മുഴുവനും ചില സ്ഥലങ്ങളിൽ സാധാരണ വണ്ടി കയറി പൊട്ടിക്കുന്നതല്ല, മനഃപൂർവ്വം പൊട്ടിക്കുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസം കുറേ പൊട്ടിച്ച് ഇപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ പിന്നെ രണ്ടെണ്ണം പ്രധാനപ്പെട്ട രണ്ടെണ്ണം. അപ്പോൾ ഓരോ ദിവസം ഈ രണ്ടെണ്ണം വെച്ച് പൊട്ടിക്കുന്നു. അപ്പോൾ ഇത് കരുതി കൂട്ടിയിട്ട് ചിലവർ പിന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് പിന്നെ ബന്ധപ്പെട്ട പിന്നെ അധികാരികളത് കണ്ടുപിടിക്കണമെന്നതിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഈ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് പഴയങ്ങാടി മേഖലയിൽ എല്ലാവർക്കും അറിയാം. ഇതിനുശേഷം അത്ര കാര്യമായൊരു ബ്ലോക്ക് ഇതുവരെ ഉണ്ടായി. അപ്പോൾ ഇത് ജനങ്ങൾക്കും അവിടുത്തെ മോട്ടോർ തൊഴിലാളികൾക്കും പൊതുജനത്തിനെല്ലാം ഉപകാരപ്രദമായ ഈ സംഭവത്തെ ചുരുക്കം ചില പിന്നെ വ്യക്തിതാൽപര്യത്തിനനുസരിച്ചിട്ട് ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ഇതിപ്പോൾ നമുക്കറിയാം, സാധാരണ വീതിയില്ലാത്ത സ്ഥലത്താണ് സാരം. ഇപ്പം ഈ പറഞ്ഞ സ്ഥലത്ത് MRAൻ്റെ ഈ പറഞ്ഞ പരിസരങ്ങളിലെല്ലാം നല്ല റോഡ്, നല്ല വീതിയുള്ള റോഡാണ്. അവിടെയാണ് രണ്ട് വണ്ടിക്ക് ഒരേ സമയത്ത് പോകാൻ പറ്റുന്ന വീതിയുള്ള സ്ഥലത്താണ് ഈ പറഞ്ഞ ഇത് പിന്നെ നശിപ്പിക്കുന്നത്. കയറ് തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. ചില ഇതിൻ്റെ സാധനം തന്നെ എടുത്തിട്ട് വേറെ സ്ഥലത്തുകൊണ്ട് നിക്ഷേപിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ കടുത്ത അനീതിയാണ് പിന്നെ ഈ പരിഷ്കരണത്തിൽ ഇതിലായി നടക്കുന്നത്. അപ്പോൾ ഇത് തക്കതായ ശിക്ഷ നൽകണം. പിന്നെ പൊതുവിന് അഭിപ്രായം പിന്നെ പേരണമെന്നില്ലാണ് നമ്മൾ സംബന്ധിച്ച് മോട്ടോർ തൊഴിലാളികൾ. ജനങ്ങൾക്ക് ഉപകാരമാകേണ്ട ഗതാഗത പരിഷ്കാരങ്ങൾ ഉപകാരം ആണ് എന്ന് കണ്ടാൽ ശക്തമായി നടപ്പിലാക്കണം. ചിലരുടെ വെല്ലുവിളികൾ എന്തു തന്നെയായാലും നടപ്പിലാക്കാൻ തയ്യാറാവണം. ഇതിനു പറ്റാത്തവർ ഇതിന് ഇറങ്ങരുത്. വർത്തമാന ന്യൂസ്, പഴയങ്ങാടി.